ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 10-ാം അധ്യായം. ഭാഗവതത്തിൽ അധ്യാത്മതത്വങ്ങളെ 10 ലക്ഷണങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. സർഗം അതായത് സൃഷ്ടി, വിസർഗം ഉപസൃഷ്ടി, സ്ഥാനം ഗ്രഹങ്ങളുടെ ഘടന, പോഷണം സംരക്ഷണം, ഊദയം കർമ്മപ്രേരണ, മന്വന്തരം മനുയുഗങ്ങൾ, ഈശാനുകഥകൾ ഭഗവത് കഥകൾ, നിരോധം ഭഗവാനിലേക്കുള്ള തിരിച്ചുപോക്ക്, മുക്തി ആത്മസാക്ഷാത്കാരം, ആശ്രയം നിശ്രേയസ് എന്നിങ്ങനെ അവയ്ക്ക് പ്രത്യേകം നാമങ്ങൾ പറയപ്പെടുന്നു. ആശ്രയം എന്ന 10-ാം ലക്ഷണത്തെ വേർതിരിച്ചു കാണിക്കുന്നതിന് വേണ്ടി മഹാത്മാക്കൾ മറ്റുള്ള 9 ലക്ഷണങ്ങളെ ശ്രുതിക്കനുസരിച്ചോ ആചാരങ്ങൾ മുഖേനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ലഘൂകരിച്ചോ അതിൽ വിവരിച്ചിരിക്കുന്നു. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളും, ശബ്ദം, രൂപം, രസം, ഗന്ധം, സ്പർശം എന്ന അവയുടെ മാത്രകളും, കണ്ണ്, മൂക്ക്, നാക്ക്, കാത്, ത്വക്ക് എന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ചേർന്ന് സർഗം എന്ന് പറയപ്പെടുന്നു. അതുപോലെ പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പരിണിത ഫലമായി വരുന്നതിനെ വിസർഗമെന്ന് പറയുന്നു. കരുണാമയനായ ഭഗവാന്റെ വൈകുണ്ഠത്തെ പ്രാപിക്കലാണ് ലോകത്തിൽ പരമമായ സ്ഥാനം. വിധികൾക്കനുസരിച്ച് ശാന്തിയോടെ അവൻ്റെ സംരക്ഷണ വലയത്തിൽ കഴിയുക എന്നുള്ളത് ലോകപോഷണം. മനുക്കളും അവരുടെ നിയമങ്ങളും ചേർന്ന് മന്വന്തരങ്ങളിലൂടെ ഉചിതമായ ജീവിത ദിശകൾ തെളിച്ചു കാട്ടുന്നു. ഫലേച്ഛ വയ്ക്കുന്നതോടെ കർമ്മം ചെയ്യാനുള്ള പ്രേരണയും ലഭിക്കുന്നു. ശ്രീമദ് ഭാഗവത പുരാണം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാരങ്ങളും അവൻ്റെ ലീലകളും കൂടാതെ ഭക്തോത്തമന്മാരുടെ ജീവിത മാഹാത്മ്യങ്ങളെയും വരച്ചു കാട്ടുന്നു. ഇനി നിരോധം എന്നത് ജീവൻ തൻ്റെ സകല ശക്തികളോടൊപ്പം ആ മഹാപുരുഷനിൽ ചേരുന്നു എന്നുള്ളതാണ്. എന്നാൽ മുക്തി സ്ഥൂലവും സൂക്ഷ്മവുമായ സകല ശരീരങ്ങളും ഉപേക്ഷിച്ച് ഈ ജീവൻ ഭഗവാൻ ഹരിയിൽ എന്നേക്കുമായി വിലയം പ്രാപിക്കുന്നുവെന്നുള്ള പരമസത്യമാണ്. സകല പ്രാപഞ്ചിക ആവിർഭാവങ്ങൾക്കും അവയുടെ തിരിച്ചുപോക്കിനുമെല്ലാം കാരണം ആ പരമപുരുഷനാണ്. ആയതിനാൽ അവനാണ് സകല ജീവന്മാർക്കും ഇവിടെ ഏക ആശ്രയമായിട്ടുള്ളത്. ബ്രഹ്മാണ്ഡങ്ങൾ പ്രത്യേകം വിഭജിച്ചതിന് ശേഷം ആദ്യ പുരുഷാവതാരം സംഭവിച്ച കാരണസമുദ്രത്തിൽ നിന്നും പുറത്തു വന്ന മഹാവിഷ്ണു ഈ ബ്രഹ്മാണ്ഡങ്ങളിൽ പ്രവേശിച്ച് ഗർഭോദകങ്ങളിൽ ശയിച്ചു. ആ പരമാത്മാവിൽ നിന്നുദ്ഭവിച്ച ഈ ഉദകത്തെ നാരം എന്നും അതിൽ അനേക ദിവ്യ സംവത്സരങ്ങൾ ശയിച്ച ഭഗവാനെ നാരായണൻ എന്നും വിളിക്കുന്നു. സർവഭൂതങ്ങളും കർമ്മവും കാലവും ജീവികളും എല്ലാം നിലനിൽക്കുന്നത് ആ ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരിക്കൽ അവൻ ഉപേക്ഷിച്ചാൽ സകലവും അപ്രത്യക്ഷം. അങ്ങനെ പ്രപഞ്ചത്തിൽ നാനാജീവികളുടെ സൃഷ്ടിക്കായിക്കൊണ്ട് ശേഷതൽപ്പത്തിൽ യോഗനിദ്ര കൊള്ളുന്ന ഭഗവാൻ ഹരിയുടെ മായാശക്തിയാൽ അവനിൽ നിന്നും സ്വർണവർണ്ണത്തിൽ വീര്യം സ്രവിച്ചു. അവൻ്റെ ശരീരാന്തർഭാഗമായ ആകാശത്തിൽ നിന്നും ഓജസ്സും മനഃശക്തിയും ശരീരബലവും എല്ലാറ്റിനുമുപരിയായി പ്രാണനും ഉടലെടുത്തു. അനുയായികൾ രാജാക്കന്മാരെ പിന്തുടരുന്നത് പോലെ യാതൊരു വസ്തു അത് സർവ്വതിനെയും വഹിച്ചുകൊണ്ട് ചലിക്കുമ്പോൾ അതിൽ അധിഷ്ഠിതമായ സകല വസ്തുക്കളും അതിനോടൊപ്പം തന്നെ ചലിക്കുന്നു. എന്നാൽ സർവ്വതിനെയും വഹിക്കുന്ന ആ പരമവസ്തു നിലയ്ക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന സകലമാന വസ്തുക്കളും അതിനോടൊപ്പം താനെ നിലച്ചു പോകുന്നു. ആകാശത്തിൽ നിന്നുമുണ്ടായ പ്രാണൻ ആ ഭഗവാനിൽ വിശപ്പും ദാഹവും ഉണ്ടാക്കി. ആ വിശപ്പും ദാഹവും അകറ്റാൻ ആ പരംപുരുഷൻ തൻ്റെ തിരുവായ്മലർ വിരിയിച്ചു. അതിൽ താലു ഉണ്ടായി. അതിനുശേഷം ജിഹ്വ സൃഷ്ടിക്കപ്പെട്ടു. തുടർന്ന് ആ നാവിന്
രുചിക്കുവാനായി വിവിധ തരം സ്വാദുകളുണ്ടായി. ഭഗവാൻ ഉരിയാടാൻ ഇച്ഛിക്കവേ ഭാഷ നിലവിൽ വന്നു. പിന്നീട് അതിൻ്റെ അതിദേവതയായ അഗ്നി സംജാതമായി. പക്ഷേ അവൻ ജലതിശയനാകവേ ഇവയൊക്കെ വീണ്ടും വിളമ്പപ്പെട്ടു തന്നെ കിടന്നു. മണക്കാനുള്ള ഇച്ഛയോടെ ഭഗവാൻ നാസയും മണവും നിർമ്മിച്ചു. അതുവഴി അവൻ അതിൻ്റെ അതിദേവതയായ ഗന്ധവാഹി വായുവിനെ ധൃതഗതിയിൽ ശ്വസിച്ചു. കനത്ത കൂരിരുട്ടിൽ തന്നെയും തൻ്റെ സൃഷ്ടിയെയും നേരിൽ കാണാൻ ഇച്ഛിച്ചുകൊണ്ട് അവൻ നയനങ്ങളും ജ്യോതിയും ദൃശ്യഗുണവും ഉണ്ടാക്കി. മഹാഋഷികൾ ഭഗവാനെ അറിയാൻ ആഗ്രഹിച്ചത് ഹേതുവായി ആ നാരായണൻ ചെവിയും ശ്രോതശക്തിയും അതിൻ്റെ അതിദേവതയെയും ശബ്ദവും സൃഷ്ടിച്ചു. പിന്നീട് വസ്തുക്കളുടെ സ്വഭാവമായ മൃദുത്വം, കാഠിന്യം, ചൂട്, തണുപ്പ്, ലഘുത്വം, മഹത്വം, അനുഭൂതി എന്നിവയെ അറിയാൻ കൊതിച്ചുകൊണ്ട് യഥാക്രമം ത്വക്ക്, രോമകൂപം, രോമം, അവയുടെ അതിദേവതകൾ എന്നിവ നിർമ്മിച്ചു. ത്വക്കിന് അകവും പുറവുമായി ഒരു വാതാവരണം ചമച്ച് വസ്തുക്കളുടെ ഗോചര തത്വത്തെ അറിയുവാനുള്ള ഉപാധിയും ഉണ്ടാക്കി. ശേഷം കർമ്മോത്സുകനായ ഭഗവാൻ ഇരുകരങ്ങളെയും അവയുടെ അധിപനായ ഇന്ദ്രനെയും തുടർന്ന് നാനാവിധ കർമ്മങ്ങളെയും ഉൽപ്പന്നമാക്കി. ചലനത്തെ കാക്ഷിച്ച ഭഗവാൻ പാദങ്ങൾ നിർമ്മിച്ചു. പിന്നീട് മൈഥുനാമൃതരസാസക്തനായ ഭഗവാൻ സ്ത്രീ പുരുഷന്മാരുടെ ജനനേന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചു. അവർക്കനുഭവിക്കാനായി കാമത്തെയും ഉളവാക്കി. അതിൻ്റെ അതിദേവതകളായ പ്രജാപതിമാരെയും ചമച്ചു. ധാതുമലം വിസർജിക്കാൻ ഇച്ഛിച്ചുകൊണ്ട് ആ പരമപുരുഷൻ ഗുദവും പായുവും അതിൻ്റെ അധിപനായ മിത്രനെയും തീർത്തു. ശരീരങ്ങൾ മാറി മാറി സ്വീകരിക്കുവാനുള്ള ഉപാധിയായി ഭഗവാൻ നാഭീദ്വാരത്തെയും മരണത്തെയും അപാനനെയും ഉണ്ടാക്കി. അങ്ങനെ നാഭി മൃത്യുവിനും അപാനനും ആശ്രയമായി മാറി. ആഹാരപാനീയങ്ങൾക്കായി ആഗ്രഹിച്ച ഭഗവാൻ ഉദരവും ആന്ത്രവും നാഡികളും നിർമ്മിച്ചു. അവയുടെ തുഷ്ടിയെയും പുഷ്ടിയെയും നദികളും സമുദ്രങ്ങളും ചേർത്ത് കാക്കുന്നു. പിന്നീട് അവൻ തൻ്റെ ആത്മമായയെക്കുറിച്ച് ചിന്തിച്ചു. തുടർന്ന് ഹൃദയവും മനസ്സുമുണ്ടായി. അവയ്ക്ക് അധിപനായി ചന്ദ്രനുമുണ്ടായി. തുടർന്ന് അവയ്ക്ക് ആധാരമായ സകല സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായി. ഭൂമിയെയും ജലത്തെയും അഗ്നിയെയും ചേർത്ത് വച്ച് ശരീരത്തിൻ്റെ 7 ധാതുക്കളായ ത്വക്ക്, ചർമ്മം, മാംസം, രക്തം, മേധസ്, മജ്ജ, അസ്ഥി എന്നിവയുണ്ടായി. പിന്നീട് ആകാശവും ജലവും വായുവും ചേർന്ന് പ്രാണൻ ഉടലെടുത്തു. അഹങ്കാരത്തിൽ നിന്നും ഉൽപ്പന്നമായ പ്രകൃതിയുടെ ത്രിഗുണങ്ങളുമായി ഇന്ദ്രിയങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ മനസ്സ് സുഖദുഃഖ സമ്മിശ്രമായ നാനാവിധ ലൗകികാനുഭവങ്ങൾക്ക് വശംവദമായി നിൽക്കുന്നു. അതുപോലെ ബുദ്ധിയും മനസ്സിൻ്റെ ഒരു ദീർഘ അവലോകനം മാത്രമാണ്. ഇവയെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ആ പരമപുരുഷന്റെ ബാഹ്യമായ ഘടന നാനാ ലോകങ്ങൾ പോലുള്ള പ്രാപഞ്ചിക രൂപങ്ങൾ ചേർന്ന് നിലകൊള്ളുന്നു. എന്നാൽ അവൻ്റെ ആധ്യാത്മിക രൂപം തികച്ചും വ്യത്യസ്തമാണ്. അത് അതിസൂക്ഷ്മമാണ്, അവ്യക്തവുമാണ്, ആദിമധ്യാന്തരഹിതവുമാണ്. അത് വാക്കിനും മനസ്സിനും അതീതമാണ്. മുമ്പ് വാക്കുകളാൽ വർണ്ണിക്കപ്പെട്ട അവൻ്റെ സ്ഥൂല രൂപത്തെ അവനെ അറിഞ്ഞിട്ടുള്ള ജ്ഞാനികൾ കാര്യമാക്കുന്നില്ല. ആ പുരുഷോത്തമൻ തൻ്റെ ആധ്യാത്മികമായ നാമത്തോടും ഗുണത്തോടും ലീലകളോടും പരിവാരങ്ങളോടും നാനാവിധ വേഷത്തിൽ തൻ്റെ അവതാരങ്ങൾ കൈക്കൊള്ളുന്നു. അവൻ സർവസ്വതന്ത്രനാണെങ്കിലും ഇത്യാദി ഗുണങ്ങളിൽ വ്യാപൃതനെന്ന പോലെ തോന്നപ്പെടുന്നു. സകല ജീവന്മാരും അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ഈ ഭഗവാനാൽ ജാതമാകുന്നു. ബ്രഹ്മാവ്, ദക്ഷൻ, വൈവസ്വത മനു, ഇന്ദ്രൻ, ചന്ദ്രൻ, വരുണൻ, മഹർഷി ഭൃഗു, വ്യാസൻ, വസിഷ്ഠൻ, പിതൃലോകവാസികളായ സിദ്ധചാരണ ഗന്ധർവ വിദ്യാധരാദികൾ, അസുരന്മാർ, യക്ഷർ, കിന്നരർ, അപ്സരസ്സുകൾ, ഉരകങ്ങൾ, കവിരൂപരായ കിംപുരുഷന്മാർ, മനുഷ്യർ, രാക്ഷസർ, പിശാചുക്കൾ, പ്രേതങ്ങൾ, ഭൂതങ്ങൾ, ഉന്മാദന്മാർ, വേതാളങ്ങൾ, യാതുധാനന്മാർ, ഗ്രഹങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ,
വൃക്ഷങ്ങൾ, കൊടുമുടികൾ, രാജാക്കന്മാർ, ദ്വിവിധങ്ങളായ ചരാചര ജീവികൾ, ഭ്രൂണം, അണ്ഡം, വിയർപ്പ്, വിത്ത് എന്നിവയിൽ നിന്നും ജനിച്ചിട്ടുള്ള ചതുർവിധ ജീവജാലങ്ങൾ, കൂടാതെ ജലത്തിലായാലും ആകാശത്തിലായാലും സന്തോഷത്തിലോ സന്താപത്തിലോ ഇനി രണ്ടും ചേർന്ന അവസ്ഥയിലോ ഉള്ള മറ്റനേകം ജീവജാലങ്ങളെല്ലാം അവയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഇവയെല്ലാം തങ്ങളുടെ പ്രാരബ്ധങ്ങൾക്കനുസരിച്ച് ഉചിതമായ യോനികളിൽ ജന്മം കൊള്ളുന്നു. പ്രകൃതിയുടെ സത്വരജസ്തമോഭേദങ്ങൾക്കനുസരിച്ച് ഇവിടെ ദേവ, മനുഷ്യ, തിര്യക്കാദി ജീവജാലങ്ങൾ പ്രത്യക്ഷമാകുന്നു. ഏതൊരു പ്രത്യേക ഗുണവും മറ്റുള്ള രണ്ടുമായി ചേർന്നതിന് ശേഷം മൂന്നായി പിരിയുന്നു. അങ്ങനെ ഓരോ ജീവിയും അന്യഗുണങ്ങൾക്കതീതരായി അതാത് ഗുണങ്ങളുടെ സ്വഭാവ വിശേഷങ്ങൾ സ്വീകരിക്കുന്നു. സൃഷ്ടിക്കു ശേഷം സർവലോകപാലകനും ധർമ്മരൂപതൃക്കുമായ ഭഗവാൻ വിവിധ അവതാരങ്ങളെടുത്തു പ്രത്യക്ഷമാകുന്നു. അങ്ങനെ നരദേവതിര്യക് ജീവന്മാരെ വീണ്ടും ഫലവത്താക്കി മാറ്റുന്നു. ഒടുവിൽ കൽപ്പാന്തത്തിൽ ആ ഭഗവാൻ തന്നെ രുദ്രനായി വന്ന് സകല സൃഷ്ടികളെയും ഉന്മൂലമാക്കുന്നു. വിജ്ഞാനവാദികൾ അവൻ്റെ ലീലകളെ ഈ വിധം വർണ്ണിക്കുമ്പോൾ അവൻ്റെ ഭക്തോത്തമന്മാരാകട്ടെ ഇതിനുമൊക്കെ അപ്പുറം മഹത്വമേറിയ അവൻ്റെ അത്ഭുത ലീലകൾ നേരിൽ കാണാൻ യോഗ്യരാകുന്നു. ഇങ്ങനെ ശ്രീശുക ബ്രഹ്മമഹർഷി പരീക്ഷത്തിനോട് പ്രപഞ്ച ഉൽപ്പത്തിയെക്കുറിച്ച് ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഈ 10-ാം അധ്യായത്തോടുകൂടി ദ്വിതീയ സ്കന്ധം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തൃതീയ സ്കന്ധത്തിൽ വിതുര മൈത്രേയ സംവാദമാണ്. അതിൽ തുടക്കത്തിൽ വിതുരർ എന്തിനു വേണ്ടിയായിരുന്നു തൻ്റെ വീടുപേക്ഷിച്ച് പോയതെന്നും പിന്നീട് എന്തിനു വേണ്ടി അദ്ദേഹം തിരികെ വന്നുവെന്നും ഇതിനിടയിൽ തീർത്ഥാടന സമയത്ത് എന്തൊക്കെ അദ്ദേഹം ചെയ്തുവെന്നും അറിയാനുള്ള ജിജ്ഞാസയോടുകൂടി ശൗനകാദികൾ സൂതനോട് ചോദിക്കുന്നതായാണ് 1-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം കാണാം. ഹരി ഓം.